അദാനി തരാമെന്ന് പറഞ്ഞ 1 കോടി രൂപ സംഭാവന ദേവസ്വം ബോർഡിന് നൽകിയിരിക്കുന്നു. മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയ ഒരു തട്ടിപ്പിന് പേരിട്ടിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം എന്നായിരുന്നു. ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലാണ് അയ്യപ്പ സംഗമം എന്നും പറഞ്ഞ് ദേവസ്വം മന്ത്രി വാസവൻ നടത്തിയ ഈ പരിപാടി അത് മുഖ്യമന്ത്രിയുടെ പൂർണ്ണമായ നിർദ്ദേശപ്രകാരമായിരുന്നു. ഇതിന് മറ്റുള്ള ആരും തന്നെ പിന്തുണ നൽകിയിരുന്നില്ല എന്നുള്ളതാണ് തെളിഞ്ഞു വരുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന് വാഗ്ദാനം ചെയ്തിരുന്ന സ്പോൺസർഷിപ്പ് തുക അങ്ങനെ ഇപ്പോൾ കൈമാറിയിരിക്കുകയാണ് അദാനി ഗ്രൂപ്പ്. 1 കോടി രൂപയാണ് അദാനി ഗ്രൂപ്പ് ദേവസ്വം ബോർഡിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഒട്ടുമിക്ക മന്ത്രിമാർക്കും മുഖ്യമന്ത്രി ഇപ്പോൾ നടത്തുന്ന ചില കൊള്ളകൾ അത് മനസ്സിലായിട്ടുണ്ടെങ്കിലും ആരും മിണ്ടുന്നില്ല. എന്നാൽ ഭരണം അവസാനിക്കാറായ സ്ഥിതിക്ക് ഒരു പിന്തുണയും ഇനി നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് മറ്റു മന്ത്രിമാർ എത്തിയതായാണ് വിവരം. എന്നാൽ മുഖ്യമന്ത്രിക്ക് ഏറ്റവും അടുത്ത വിശ്വസ്തരായ 1-2 മന്ത്രിമാരുണ്ട് മന്ത്രിസഭയിൽ. അതിലൊരാൾക്കാണ് ദേവസ്വം മന്ത്രിയുടെ ചുമതല, അത് വാസവനാണ്. വളരെ തന്ത്രപൂർവമാണ് വാസവന് വകുപ്പുകളെല്ലാം മുഖ്യമന്ത്രി വീതിച്ച് നൽകിയത്. അതിൽ ദേവസ്വം ബോർഡിൽ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെ പുനരുദ്ധരിക്കാൻ എന്ന പേരിൽ പരിപാടി നടത്തുമ്പോൾ അതിനായി സംഭാവന പിരിക്കണം. അങ്ങനെ അയ്യപ്പ സംഗമത്തിന് വേണ്ടി സംഭാവനക്ക് ആളെ കണ്ടെത്തിയത് ഒന്ന് കേരള ബാങ്കാണ്. അതിൻ്റെ മന്ത്രി സഹകരണ വകുപ്പും കൂടി കൈകാര്യം ചെയ്യുന്ന ഇതേ വാസവൻ തന്നെയാണ്. കേരള ബാങ്കിൻ്റെ മാത്രം പണം പോരാ, വിഴിഞ്ഞം പദ്ധതി എല്ലാം അദാനിക്ക് വേണ്ടിയാണ് ഈ സർക്കാർ ചെയ്യുന്നത്. അപ്പോൾ അദാനിയുടെ പണവും വാങ്ങാം. ആ തുറമുഖ വകുപ്പും ഇതേ വാസവന് തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മുഖ്യമന്ത്രിയുടെ ഈ ദീർഘവീക്ഷണം, ഭരിക്കാൻ മാത്രമല്ല കക്കാൻ കൂടി ഇത്രയും ദീർഘവീക്ഷണം കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഏതായാലും വേറെ എത്ര നൽകി എന്നുള്ളത് നമുക്ക് ഊഹിച്ചെടുക്കാം. ദേവസ്വം ബോർഡിന് 1 കോടി രൂപ അദാനി മുതലാളി ഇപ്പോൾ നൽകിയിരിക്കുന്നു. സംഭാവനകളായി ഇതുവരെ അയ്യപ്പ സംഗമത്തിന് സ്പോൺസർഷിപ്പ് തുകയായി കിട്ടിയത് 4 കോടി രൂപ മാത്രമാണ്. ഇനിയും 1 കോടി രൂപ വേണം ദേവസ്വം ബോർഡ് പറഞ്ഞ അവസ്ഥയിൽ. അപ്പോൾ 5 കോടി രൂപയാണ് അയ്യപ്പ സംഗമത്തിൻ്റെ ചെലവ് എന്ന് പറയുന്നത്. എന്നാൽ 7.5 കോടിയാണ് 8.5 കോടിയാണ് എന്നൊക്കെയാണ് സർക്കാരിൻ്റെ കണക്ക് ആദ്യം പുറത്തു വന്നത്. പിന്നീട് ഇത് വിവാദമാവുകയും മുഖ്യമന്ത്രി കിടന്ന കട്ടിലും ഉറങ്ങിയ മെത്തയുമെല്ലാം ലക്ഷക്കണക്കിന് വിലയിട്ടതാണെന്നും പാടാത്ത ഭജനയുടെ പേരിൽ പോലും 8 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നും കണ്ടപ്പോഴാണ് ദേവസ്വം ബോർഡിനെ കൊണ്ട്, അതും ഒരു മാന്യനായ മനുഷ്യൻ ജയകുമാർ IAS കൊണ്ട് മലക്കം അറിയിച്ചത്. അതുപ്രകാരം 5 കോടിയിൽ ഒതുക്കാനാണ് തീരുമാനം. എന്നാൽ ജനങ്ങളുടെ പണമെല്ലാം തട്ടിയെടുക്കാൻ പിണറായി വിജയൻ്റെ ഒരു ഏജൻ്റായി നിൽക്കുന്നു എന്ന് കേരളം പറയുന്ന ഊരാളുങ്കൽ സൊസൈറ്റി ഇത് വെറുതെ വിടാൻ സാധ്യതയില്ല. ഉപകരാർ ബില്ലുകൾ നൽകാൻ ഊരാളുങ്കലിൻ്റെ B ടീമായ IIICക്ക് ദേവസ്വം ബോർഡ് നോട്ടീസ് നൽകിക്കഴിഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ചെലവായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സമർപ്പിച്ച ചെലവാണ് ശരിയെന്ന് ഊരാളുങ്കലിന് കീഴിലെ IIIC നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു കണക്കും പറഞ്ഞ്. 7 കോടി 11 ലക്ഷം രൂപയാണ് അവർ ചെലവായി നൽകിയിരിക്കുന്നത്. അതായത് ദേവസ്വം ബോർഡ് പറഞ്ഞതിൽ നിന്നും 2 കോടി 11 ലക്ഷം രൂപ അധികം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഒരു സ്വേച്ഛാധിപത്യ രാജ്യത്തിലെ ഭരണാധികാരികളൊക്കെ ചെയ്യുന്നത് പോലെ ടെൻഡർ പോലും വിളിക്കാതെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഇങ്ങനെ കരാർ നൽകുകയാണ് ചെയ്തു വരുന്നത്. അതുപ്രകാരം തങ്ങളുടെ ചെലവ് ഇത്രയാണെന്നും പറഞ്ഞാണ് ന്യായീകരിച്ചുകൊണ്ട് ദേവസ്വം കമ്മീഷണർക്ക് ഊരാളുങ്കലിൻ്റെ സഹസ്ഥാപനം ഇപ്പോൾ കത്ത് നൽകിയത്. ഓഡിറ്റർ തങ്ങളുടെ വാദം കേട്ടില്ലെന്ന് ആ കത്തിൽ പറയുകയാണ്. നന്നായി കണക്ക് കൂട്ടി റിപ്പോർട്ട് സമർപ്പിച്ച ഒരു ഓഡിറ്റർ ഇവരുടെ വാദം കേട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് സർക്കാർ അവസരം നൽകിയിട്ടും ഓഡിറ്റർ തങ്ങളെ കക്കാനും മുക്കാനും അനുവദിച്ചില്ല എന്നുള്ളൊരു വിഷമമാണ് ആ കത്തിലൂടെ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ ഈ കണക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം തന്നെ എടുത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിട്ടുണ്ട്. തുക കുറയ്ക്കണമെന്ന ആവശ്യത്തിൽ സ്ഥാപനം തുടർ ചർച്ച നടത്തും. 4 കോടി 99 ലക്ഷം, അതായത് 5 ലക്ഷം കോടി രൂപ മാത്രമേ അനുവദിക്കാനാകൂ എന്നാണ് ബോർഡ് ഉറപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ തട്ടിപ്പുകൾ പുറത്തു വന്നതോടെ ദേവസ്വം ബോർഡും തൽക്കാലം ജാഗരൂകരായി. പൊതുജനങ്ങളുടെ പണമെടുക്കാൻ പറ്റില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടും ആ പണം തന്നെ തട്ടിച്ചെടുത്ത ഒരു സർക്കാരിന് കിട്ടിയ ഇരുട്ടടിയാണ് ഈ കാണുന്നതല്ല. ഏതായാലും പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ ജീവിതത്തിൽ തന്നെ
ഇത്രയും നാണം കെട്ടതും രക്ഷപ്പെടാൻ സമയം പോലുമില്ലാത്ത തരത്തിൽ ഒരു തട്ടിപ്പ് പിടിക്കപ്പെട്ടതുമായ മറ്റൊരു പരിപാടി വേറെ ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.